ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോ പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതാണ്. അതിനായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് പ്രവാസി ക്ഷേമനിധി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ ലോഗിൻ എന്ന കാണുന്നോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ കാണാം. അതിൽ മൂന്നാമത്തേത് പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അതിനുള്ള പേജിലേക്ക് പോകും. അങ്ങനെ അവിടെ നമ്മളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും നമ്മൾ ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് സെറ്റ് ചെയ്ത് വെച്ച യൂസർ നെയിമും പാസ്വേഡാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് അതിലുള്ള ക്യാപ്ചർ കോഡും തെറ്റാതെ അടിച്ചാൽ നമ്മൾ അടുത്തതായി അതിൻ്റെ പേജിലേക്ക് എത്തുന്നതാണ്. അവിടെ എത്തിയാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും മെമ്പർഷിപ്പ് നമ്പറും നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ട് മുകളിലായിട്ടൊരു 3 ഡോട്ട് കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൽ നമ്മളുടെ എല്ലാ വിവരങ്ങളും അതിൽ കാണിക്കുന്നതാണ്. അതിൽ അടിയിലോട്ട് വന്നാൽ മെമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോകും. അവിടെ നമ്മളുടെ ആദ്യം കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്തും ഇതും കാണിക്കുന്നതാണ്. അതിനടിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് പ്രൂഫായിട്ട് നമ്മൾ പാസ്പോർട്ട്, ആധാർ ഇങ്ങനെ എന്തെങ്കിലും ഒരു MB കൂടാതെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ആകുന്നതാണ്. അത് നമുക്ക് പിന്നെ സ്റ്റാറ്റസിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ KK ചാനൽ എന്ന ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താവുന്നതാണ്. താങ്ക് യു.